ഹോട്ടലിൽ ചെന്നിട്ട് ഞാൻ ബില്ല് പേ ചെയ്തോളാം എന്നത്, അതായത് ഒരു അറബിക് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഇരിക്കുമ്പോൾ ഈ ഒരു ഫുഡിന്റെ പൈസ ഞാൻ കൊടുത്തോളാം എന്ന് പറയാനേ അന ആത്തി ഫുലൂസ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ മതി. എങ്ങനെ അനാത്തി ഫുലൂസ്. പക്ഷെ എങ്ങനെയും പറയാം അനാദ്ഫ ഫുലൂസ്. എങ്ങനെ പറയാം? ഈ ദഫ എന്നാൽ അടക്കുക, ഞാൻ ബില്ല് അടക്കുക എന്ന് പറഞ്ഞല്ലോ. അനാദ്ഫ ഫുലൂസ്, ഞാൻ ബില്ല് അടച്ചോളാം. ആദ്യം എന്താ പറഞ്ഞേ? അനാത്തി ഫുലൂസ്. അങ്ങനെ എല്ലാവരും പറയും. എന്നാ അങ്ങനെ പറയണ്ട, അങ്ങനെ പറയണ്ട. അതൊരു ബഹുമാനം കുറഞ്ഞ ഒരു എന്താ പറയുക. അറബികൾ അതിനൊക്കെ ചില ശൈലിയുണ്ട്. അനാത്തി ഫുലൂസ് എന്ന് എല്ലാവരും പറയാം. ഞാൻ പൈസ കൊടുക്കാന്നുള്ള മലയാളത്തിൻ്റെ അറബിയാണ്. പക്ഷെ അതിന് വേറെ ഒരു പ്രൊഫഷണൽ വാക്കുണ്ട്. എന്താന്ന് വെച്ചാൽ ഹിസാബ് അലയ്യ. അത് ലേഡീസ് പറയുമ്പോഴും ജെൻസ് പറയും അങ്ങനെ ഹിസാബ് അലയ്യ. അപ്പൊ നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഹബീബ് ഹിസാബ് അലയ്യ. അപ്പൊ നമ്മളെ കുറെ ആൾക്കാർ ഇല്ല അടക്കണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ തിന്നും. മറ്റൊരു തിന്നപ്പോഴോ കഴിഞ്ഞാണ്. അങ്ങനെ ഒന്നും ബള കാണിക്കാൻ നിൽക്കണ്ട. എന്താ പറയാ? ഹിസാബ് അലയ്യ. എന്താ പറയാ? മാന്യതക്കെങ്കിലും അങ്ങനെ പറഞ്ഞാല് ഹിസാബ് അലയ്യ. പോകാൻ പറയല്ല, ഞാൻ അടച്ചോളാം എന്നായിക്കോട്ടെ പറഞ്ഞാൽ ഹിസാബ് അലയ്യാണ്. ഓക്കെ. പക്ഷെ അതിൽ ഒറ്റ സംഗതി ഉണ്ട്, എല്ലാവരും കൂടിയാണ് തർക്കിക്കും. ഇപ്പം നിങ്ങൾ ആളുകളെ കൊണ്ടുപോയി ഫുഡ് കഴിക്കാൻ സമയത്ത് മാന്യത അനുസരിച്ച് അവരെന്താക്കൂല, വിട്ടുകൊടുക്കൂല. ഞാൻ കൊടുത്തോളാം, ലാ ഹിസാബ് അലയ്യ, ലാ ഹിസാബ് അലയ്യ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് തന്നെ കൊടുക്കണമെന്ന് വാശിയുണ്ടെങ്കിൽ ഒരു വാക്കുണ്ട് ഇവിടെ പറയാൻ. എന്താണെന്നറിയാം? അന ഹലഫ്ത്. വല്ലാഹി അന ഹലഫ്ത്. എന്താണ് പറയാ? ഹലഫ്ത്. ഹൽഫ് എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുക. ഈ കാര്യം ഞാൻ സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഇടപെടണ്ട. അത് പിന്നെ അതോടുകൂടി അവർ മൗനമാവും. പിന്നെ ആരും കൊടുക്കാൻ തയ്യാറാവില്ല. എന്താണ് പറയാ? ഹലഫ്ത്. അന ഹലഫ്ത് എന്ന് പറയാം. അപ്പം അങ്ങനെ അപ്പോൾ എമർജൻസി നിങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നാൽ ആ വാക്കുകൊണ്ട് നിങ്ങൾക്ക് എന്താക്കാം, ആ സെഷൻ ഏറ്റെടുക്കാവുള്ളൂ. ഓക്കെ. അപ്പം നമ്മൾ 3 വാക്കുകളെ പഠിച്ചു. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ എന്താണ്? അനഅദ്ഫ, തെറ്റല്ലാതെ ഞാൻ ബില്ലടക്കാം എന്നാണ്. അനബദ്ഫ എന്നാണ് മറ്റൊരു സംഗതി, അടക്കും എന്ന ഒരു ഫ്യൂച്ചറിനെ ശ്രദ്ധിച്ചുകൊണ്ട്. അതുപോലെ ആത്തി എന്നല്ല നമ്മൾ പറഞ്ഞു, തെറ്റല്ല. പക്ഷെ ഇവിടെ ഉപയോഗിക്കുന്നത് ബെറ്റർ അല്ല. അത് മറിച്ച് എന്താ പറയേണ്ടത്? ഹിസാബ് അലയ്യ. ഹിസാബ് അലയ്യ. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? അന ഹലഫ്ത് എന്ന്. അതെപ്പോഴും പറയാൻ പറ്റൊരു വേർഡല്ല. പക്ഷെ അങ്ങനെ എങ്ങാനും അറബികൾ പറഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങൾ ഇടപെടണ്ട, പിന്നെ നിങ്ങൾ കൊടുക്കാനും നിൽക്കണ്ട. കാരണം അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അറബികൾ എന്ന് പറയുന്നത് അവരുടെ ചില എന്താണ് സംസാര ശൈലിയുണ്ട്. അത് പഠിക്കാതെ നമ്മൾ അവരുമായി ഡീൽ ചെയ്യാൻ തന്നെ കഴിയില്ല. അതൊക്കെ അറിയുന്നതിന് അറബിക്കുവിന് എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്കും അതിൽ ജോയിൻ ചെയ്താൽ അറബികളെ പോലെ നിങ്ങളും അറബി ഭാഷ സംസാരിക്കും. പങ്കെടുക്കാൻ വേണ്ടി അറബിക് യൂണിയൻ നിങ്ങൾ ഫോളോ ചെയ്യുക.